ഹലോ കൂട്ടുകാരെ, 2025 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തിറങ്ങിയിട്ടുള്ള ഒരു കിഡിലൻ ബോഡി ഹൊറർ മൂവിയാണ് ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. കൂട്ടുകാർക്ക് സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ? എങ്കിൽ ഈ ഒരു പടം ഇഷ്ടപ്പെടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവര്, മനക്കെട്ടിയില്ലാത്തവര് ഈ ഒരു പടം കാണാനായിട്ട് ശ്രമിക്കരുത്. പക്ഷേ നമ്മുടെ എക്സ്പ്ലനേഷനിൽ ഞാൻ പരമാവധി വയലൻസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് കൂട്ടുകാർ നമ്മുടെ ഈ ഒരു കുഞ്ഞു ചാനൽ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. നമുക്ക് നേരെ കഥയിലോട്ട് കടക്കാം. നമ്മുടെ ഈ ഒരു കഥ തുടങ്ങുമ്പോൾ തന്നെ ഒരു റിച്വൽ നടത്തുന്നതാണ് കാണിക്കുന്നത്. അത് ആരോ ക്യാമറയിൽ പകർത്തുന്നുമുണ്ട്. ശേഷം നമ്മുടെ നായികയായിട്ടുള്ള പൈപ്പറിനെ കാണിക്കുന്നു. അവൾക്ക് കണ്ണിന് കാഴ്ചയില്ല. എന്തെങ്കിലും ഷേപ്പുകൾ അല്ലെങ്കിൽ ലൈറ്റും കാര്യങ്ങളൊക്കെയാണ് അവൾക്ക് കാണാനായിട്ട് കഴിയുള്ളൂ. പൈപ്പറിന്റെ ബ്രദറാണ് ഇപ്പൊ ഈ വന്നിരിക്കുന്ന ആന്റി. ബാക്കിയുള്ള പെൺകുട്ടികളെല്ലാവരും തന്നെ അവളെ കളിയാക്കുന്നത് നമ്മുടെ ആന്റി കാണുന്നുണ്ട്. പൈപ്പറിന് വിഷമാവെന്ന് വിചാരിച്ചിട്ട് അവൻ അത് അവളുടെ അടുത്ത് പറയുന്നില്ല. അവരൊക്കെ എന്നെ പറ്റിയിട്ട് എന്താ പറയുന്നതെന്നൊക്കെ പൈപ്പർ ഇപ്പൊ ചേട്ടന്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇവനാണെന്നുണ്ടെങ്കിൽ നിന്നെ പറ്റി അവരൊക്കെ നല്ലതാ പറയുന്നെന്നും പറഞ്ഞിട്ട് അവർ വീട്ടിലേക്ക് പോയി. വീട്ടിലെത്തിയപ്പോഴേക്കും ഇവരുടെ അച്ഛനാണെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ മരിച്ചു കിടക്കുന്നതാണ് നമ്മുടെ ആന്റിക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 17 വയസ്സുള്ള നമ്മുടെ ആന്റിക്ക് എന്തായാലും പൈപ്പറിന് ഇപ്പൊ നോക്കാനായിട്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഗവൺമെന്റ് ഇപ്പൊ ലോറ എന്ന് പറയുന്ന ഒരു ഫോർമർ കൗൺസിലറിന്റെ അടുത്തേക്ക് പൈപ്പറിനെ അയക്കുകയാണ്. പക്ഷേ പൈപ്പർ സമ്മതിക്കുന്നില്ല. ആന്റിയും കൂടെ ഉണ്ടെങ്കിൽ അവളും ആ ഒരു വീട്ടിലേക്ക് പോകുള്ളൂ പറയാണ്. അങ്ങനെ പൈപ്പറിനെ അഡോപ്റ്റ് ചെയ്യാന്ന് തീരുമാനിച്ച ലോറ എന്ന് പറയുന്ന സ്ത്രീ ഇപ്പൊ ആന്റിയെയും ആ വീട്ടിൽ നിർത്താമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പൈപ്പറിന് വേണ്ട എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് നമ്മുടെ ആന്റിയാണ്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർക്ക് നല്ല ഇഷ്ടമാണ്. അടുത്ത ദിവസം തന്നെ ലോറ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഇവർ രണ്ടുപേരും കൂടി പോവാണ്. ഇവർ ആ ഒരു വീട്ടിലേക്ക് എത്തി. കാറിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോ ഒടുക്കത്തെ പാട്ടിന്റെ സൗണ്ട് നോക്കുമ്പോൾ ആ ഒരു വീട്ടിൽ ഉറക്കെ പാട്ട് വെച്ചിരിക്കുകയാണ്. ഇവരെങ്ങനെ അകത്തേക്ക് കയറിക്കോട്ടെ എന്ന് ചോദിച്ചിട്ട് കയറി. അപ്പോഴേക്കും നമ്മുടെ ലോറ അങ്ങോട്ടേക്ക് വന്നു. നമ്മൾ ഈ കാണുന്ന ലോറയ്ക്കും ഒരു മകളുണ്ടായിരുന്നു. കാത്തി എന്നാണ് അവളുടെ പേര്. വീട്ടിനടുത്തുള്ള ആ ഒരു സ്വിമ്മിംഗ് പൂളിൽ വീണിട്ടായിരുന്നു അവൾ മരിച്ചിട്ടുണ്ടായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുമ്പോഴാണ് നമ്മുടെ വെന്റി അങ്ങോട്ടേക്ക് വിളിക്കുന്നത്. അതായത് ഇവരെ നോക്കാനായിട്ട് ഏൽപ്പിച്ച ആ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥ. ഈ സമയം നമ്മുടെ ആന്റിയും പൈപ്പറും ആകട്ടെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ആ ഒരു വീട് കാണാനായിട്ട് തീരുമാനിച്ചു. അപ്പൊ അവിടുത്തെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഇവരുടെ കൂടെ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ലോറ ഇവരെ വളർത്തുന്നത് പോലെ തന്നെ മറ്റൊരു പയ്യനെയും കൂടി അവിടെ വളർത്തുന്നുണ്ടായിരുന്നു. ഒളിവർ എന്നാണ് ആ പയ്യന്റെ പേര്. സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന ആ പൂച്ചയെ ഒളിവർ അപ്പൊ തന്നെ കയ്യിലെടുക്കുന്നുണ്ട്. അതോട് കൂടിയിട്ട് ലോറ പേടിച്ചിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പൂച്ചയെ വാങ്ങുന്നു. അങ്ങനെ ആ ഒരു സംഭവമൊക്കെ കഴിഞ്ഞതിന് ശേഷം ലോറ ഇപ്പോ ഇവരുടെ 3 പേരുടെയും ഉയരം ചുമരിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്തൊക്കെ നമ്മുടെ പൈപ്പറിനെ മാത്രം ലോറ പ്രത്യേകം ടേക്ക് കെയർ ചെയ്യുന്നു. ശേഷം അവക്ക് വേണ്ട റൂം കാണിച്ചു കൊടുത്തു. എന്നിട്ട് നമ്മുടെ ആന്റിക്ക് താമസിക്കാനായിട്ട് ഒരു റൂം എന്നൊന്നും പറയാൻ പറ്റില്ല, അങ്ങനെയുള്ള ഒരു സ്ഥലമാണ് കാണിച്ചു കൊടുക്കുന്നത്. നമ്മുടെ ആന്റി ആകട്ടെ ഒരു കൂട്ടുകാരന് ഈ ഒരു ചെക്കന്റെ സ്വഭാവം അവനൊരു വീടോ ആണെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കുന്നുണ്ട്. അപ്പോഴാണ് പെട്ടെന്ന് ലോറ അങ്ങോട്ടേക്ക് കടന്നു വന്നിട്ട്, ആരാ, നിന്റെ ഗേൾഫ്രണ്ട് വല്ലതും ആണോ, നീ എന്താ മെസ്സേജ് അയക്കുന്നേ, നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഒരുമാതിരി ഇവന്റെ അടുത്ത് പറയുന്നത്. നമ്മുടെ ആന്റിയുടെ കണ്ണ് തെറ്റിയപ്പോ തന്നെ ഈ ലോറ അവന്റെ ഫോൺ എടുത്തിട്ട് ആ മെസ്സേജ് മൊത്തം വായിച്ചു. അപ്പോഴേക്കും ആന്റി ആ ഒരു ഫോൺ തട്ടിപ്പറിച്ച് വാങ്ങിക്കുന്നുണ്ട്. നമ്മുടെ ആന്റി ആണെന്നുണ്ടെങ്കിൽ ആകെ ചമ്മി നാറി നിൽക്കുകയാണ്. കാരണം അവൻ അയച്ച മെസ്സേജ് മൊത്തം ഇപ്പൊ ലോറ കണ്ടിട്ടുണ്ട്. ലോറ അവിടെ നിന്ന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, എന്റെ മകനൊരു വീടോ ഒന്നും അല്ലാന്ന്. മറുവശത്ത് ഇതൊന്നും അറിയാതെ നമ്മുടെ പൈപ്പർ പാവം കുട്ടി ഇപ്പൊ ആ റൂമിൽ സെറ്റിലായിട്ട് ആ ഒരു ബെഡിൽ കിടക്കുകയാണ്. അത് കാണാനായിട്ട് പുറത്ത് തന്നെ നമ്മുടെ ലോറ ഉണ്ടായിരുന്നു. ലോറ അവളെ നോക്കിയിട്ട് ഒരുമാതിരി ചിരിക്കുന്നുണ്ട്. എന്തോ അവൾക്ക് അത്രയും ഇഷ്ടമാണെന്നുള്ള രീതിയിൽ. ലോറ തിരിച്ച് സ്റ്റെയർ കേസ് ഇറങ്ങി വരുമ്പോഴാണ് നമ്മുടെ ഒലിവർ അവിടെ കാത്തു നിൽക്കുന്നത് കാണുന്നത്. ഇപ്പൊ വരാം എന്ന് പറഞ്ഞ് ലോറ ഒരു VCRൽ ഒരു കാസറ്റ് ഇടുന്നുണ്ട്. ശേഷം നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ കണ്ട ആ റിച്വൽ ഉണ്ടല്ലോ, അതൊക്കെ കാണുകയാണ്. ഇതേ സമയം നമ്മുടെ ആന്റി ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഞെട്ടി ഉണരുകയാണ് പുറത്തുനിന്നൊരു സൗണ്ട് കേട്ടിട്ട്. അവൻ പുറത്തേക്ക് നോക്കുമ്പോൾ ഈ ഒരു ലോറയും അതുപോലെ തന്നെ ഈ ചെറിയ പയ്യനായിട്ടുള്ള നമ്മുടെ ഒലിവറും കൂടി ചേർന്നിട്ട് അവിടെ അടുത്ത് തന്നെയുള്ള ഒരു ചെറിയ ഔട്ട് ഹൗസിലേക്ക് പോകുന്നത് അവൻ കാണുന്നു. അടുത്ത ദിവസം രാവിലെ ആയപ്പോഴത്തേക്കും നമ്മുടെ ലോറ ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്ക് ഇറങ്ങിയിട്ട് ഒരു വൈറ്റ് പെയിന്റ് ഉപയോഗിച്ച് അവിടെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. മറുവശത്ത് നമ്മുടെ ആന്റി ഉറക്കമൊഴിഞ്ഞിട്ട് നോക്കുമ്പോൾ അവൻ ദേ പാന്റിൽ മൂത്രം ഒഴിച്ചിട്ടുണ്ട്. ഇതെങ്ങനെ സംഭവിച്ചെന്ന് അവൻ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. പൈപ്പറും ലോറയും അറിയാതെ തന്നെ ഇവൻ വേഗം വാഷിംഗ് മെഷീനിൽ അവന്റെ ആ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുത്തു. ബാത്റൂമിൽ കുളിക്കാൻ പോലും ഇപ്പൊ നമ്മുടെ ആന്റിക്ക് പേടിയാണ്. കാരണം അവന്റെ അച്ഛൻ മരിച്ചു കിടന്നത് ഒരു ബാത്റൂമിലാണല്ലോ. ഇന്നത്തെ ദിവസമാണ് നമ്മുടെ പൈപ്പറിന്റെയും ആന്റിയുടെയും അച്ഛന്റെ ഫ്യൂണറൽ നടക്കാനായിട്ട് പോകുന്നത്. ഈ ചടങ്ങിന് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ലോറ ഒലിവറിനെ ഒരു റൂമിലിട്ട് പൂട്ടുകയാണ്. മറുവശത്ത് പൈപ്പർ തന്റെ ചേട്ടനായിട്ടുള്ള ആന്റിയുടെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അച്ഛനെ കാണാൻ എങ്ങനെയുണ്ടെന്ന്. കുഴപ്പമില്ല, നല്ലതാണ് എന്നാണ് നമ്മുടെ
ആന്റി പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അച്ഛന്റെ മുഖത്ത് പോലും അവൻ നോക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ തന്നെ ആരും കാണാതെ ലോറ ഈ മരിച്ചു കിടക്കുന്ന പൈപ്പറിന്റെ അച്ഛന്റെ മുടി മുറിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഇവര് ആ ഒരു പള്ളിയുടെ പുറത്തേക്ക് എത്തി. അപ്പോഴാണ് ഇവരുടെ ഇടയിൽ ഒരു തല്ലുംപിടി ഉണ്ടാക്കുന്ന രീതിയിൽ നമ്മുടെ ലോറ ആ കാര്യം പറയുന്നത്. നീ എന്താ അച്ഛന്റെ മുഖത്ത് പോലും നോക്കാഞ്ഞത്? അപ്പോഴാണ് പൈപ്പറിന് ആകെ വിഷമാവുന്നത്. ചേട്ടൻ അച്ഛന്റെ മുഖത്ത് നോക്കിയില്ല, അതെന്താ? അപ്പൊ ലോറ വീണ്ടും എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ അച്ഛനെ ഇപ്പോഴാണ് ഇനി അവസാനമായിട്ട് കാണാൻ പറ്റുള്ളൂ, ഇനി എന്തെങ്കിലും കാണാൻ പറ്റുമോ എന്ന് പറഞ്ഞ് വീണ്ടും അവനെ അകത്തേക്ക് കൊണ്ടുപോവാണ് പള്ളിയുടെ. മറുവശത്ത് വീട്ടിലെ പൂച്ചയാണെന്നുണ്ടെങ്കിൽ ഒലിവറിനെ പൂട്ടിയിട്ടിരിക്കുന്ന ആ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഒലിവർ ആണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ഗ്ലാസ് വിൻഡോയിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കൈകൊണ്ട്. ആദ്യത്തെ അടിയിൽ ഒന്നും സംഭവിച്ചില്ല. രണ്ടാമത്തെ അടിയിൽ അവൻ ആ ഒരു ഗ്ലാസിന്റെ വിൻഡോ പൊട്ടിച്ചു കളഞ്ഞു. എന്നിട്ട് പുറത്തുണ്ടായിരുന്ന ആ ഒരു ഔട്ട് ഹൗസിന്റെ ഡോറിൽ വന്നിട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ടും പ്രയോജനമില്ല എന്ന് മനസ്സിലായപ്പോൾ അവൻ അവിടെ ഉണ്ടായിരുന്ന കോഴിക്കൂട്ടിലേക്ക് ഇങ്ങനെ ആർത്തിയോടെ നോക്കുകയാണ്. മറുവശത്താകട്ടെ അച്ഛന്റെ മുഖം ഇപ്പൊ വ്യക്തമായിട്ട് ആന്റി കാണുന്നുണ്ട്. അച്ഛനൊരു ഉമ്മ കൊടുക്കും മകനെ എന്നിപ്പോ ലോറ പറയുകയാണ്. അങ്ങനെ ലോറയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് അവൻ ഒരു ഉമ്മ കൊടുത്തു. അതിനുശേഷം ലോറയും പുള്ളിക്കാരന് ഒരു ഉമ്മ കൊടുക്കുന്നു. ആന്റിയും പൈപ്പറും ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സങ്കടപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ എന്തിനാ സങ്കടപ്പെട്ടിരിക്കുന്നത്? ഇത് വളരെ നല്ലൊരു കാര്യമല്ലേ, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണ്ടേ? അച്ഛൻ നല്ലൊരു സ്ഥലത്തേക്കല്ലേ പോയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞ് ഇവര് വീട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ അടിച്ച് പിറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പുറത്താണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ഒലിവർ ആണെന്നുണ്ടെങ്കിൽ ഇവരെ തന്നെ തുറിച്ചു നോക്കുന്നുണ്ടായിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ പൈപ്പർ ആണെന്നുണ്ടെങ്കിൽ അടിച്ച് കിണ്ടിയായിട്ട് ഇപ്പൊ കിടന്നുറങ്ങി. അന്ന് രാത്രി തന്നെ ലോറയുടെ അടുത്ത് നമ്മുടെ ആന്റി താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട്, ഇന്നത്തെ ഈ ഒരു ദിവസം അത്രയും മനോഹരമാക്കിയതിന്. എന്നിട്ട് ഇവന്റെ അച്ഛൻ ഇവന്റെ അടുത്ത് കാണിച്ചിരുന്ന ആ ഒരു അബ്യൂസീവ് ക്യാരക്ടറും കാര്യങ്ങളൊക്കെ അവൻ ലോറയുടെ അടുത്ത് തുറന്നു പറഞ്ഞു. അങ്ങനെ ആന്റി കിടന്നുറങ്ങാനായിട്ട് പോയി. ഈ സമയം നമ്മുടെ ലോറ ആണെന്നുണ്ടെങ്കിൽ ഒരു പുതപ്പെടുത്തിട്ട് ഫ്ലോറിൽ വിരിക്കുന്നുണ്ട്. എന്നിട്ട് അതിനടിയിൽ ഒരു കപ്പ് വെക്കുകയാണ്. ആ കപ്പിലേക്ക് അവള് മുള്ളുന്നുണ്ട്. ആ ഒരു മൂത്രം എടുത്തിട്ട് അവൾ നേരെ പോകുന്നത് ആന്റിയുടെ റൂമിലേക്കാണ്. ആന്റി ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം അവൾ ആ പുതപ്പ് മാറ്റി അവന്റെ ചുക്കാണിയുടെ ഭാഗത്തായിട്ട് ആ ഒരു മൂത്രം ഒഴിക്കുന്നു. എന്നിട്ട് അവന്റെ ഫോണ് കണ്ണുപയോഗിച്ചിട്ട് തന്നെ അൺലോക്ക് ചെയ്തിട്ട് നമ്മുടെ ഒലിവറിന്റെ ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ അവള് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒലിവർ കുട്ടിയുടെ കയ്യിൽ പറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു പരിക്കും കാര്യങ്ങളൊക്കെ ഇവള് കഴുകിയതിന് ശേഷം തുന്നി കെട്ടിക്കൊടുക്കുന്നുണ്ട്. ഈ സമയം അവൾ എന്തോ ഒരു വിഷൻ കാണുന്നുണ്ട്. അതായത് നമ്മുടെ ഒലിവർ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക് പോകുന്നു. രാവിലെ എഴുന്നേറ്റപ്പോ തന്നെ നമ്മുടെ ആന്റി കാണുന്നത് അവന്റെ പാന്റിൽ മൊത്തം മൂത്രമാണ്. അവനാണ് അത് ഒഴിച്ചതെന്ന് വിചാരിച്ചിട്ട് ആ ഡ്രസ്സൊക്കെ എടുത്തിട്ട് അലക്കാനായിട്ട് നേരെ ചെല്ലുമ്പോഴേക്കും വാഷിംഗ് മെഷീന്റെ അടുത്ത് തന്നെ ലോറയും പൈപ്പറും ഉണ്ടായിരുന്നു. ലോറ ഇവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഡ്രസ്സ് അലക്കാനുള്ളതല്ലേ എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ചു വാങ്ങി. അയ്യേ, നീ ഇതിൽ മൂത്രമൊഴിച്ചിട്ടുണ്ടല്ലോ എന്ന് പൈപ്പറിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് തന്നെയാണ് ഇപ്പൊ ലോറ അത് പറയുന്നത്. ഇത് കേട്ടപ്പോ തന്നെ പൈപ്പറിനും നാണക്കേട് പോലെ തോന്നുന്നു. കാരണം ഒരു വീട്ടിൽ വന്നിട്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ എന്നാണ് അവളും ചിന്തിക്കുന്നത്. ശേഷം നമ്മുടെ ആന്റി ആണെന്നുണ്ടെങ്കിൽ സോറിയും പറഞ്ഞിട്ട് കുളിക്കാനായിട്ട് പോവാണ്. പക്ഷെ അവന് ബാത്റൂമിൽ നിന്ന് കുളിക്കാനായിട്ടുള്ള ധൈര്യമില്ല. അതുകൊണ്ട് ഔട്ട് ഹൗസ് തുറക്കാനായിട്ട് നോക്കിയപ്പോൾ അത് പൂട്ടി കിടക്കുകയാണ്. പുറത്തുണ്ടായിരുന്ന പൈപ്പ് ഉപയോഗിച്ചിട്ട് അവനിപ്പോ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം തന്നെ നമ്മുടെ ഒലിവർ മുകളിലത്തെ നിലയിൽ നിന്ന് നോക്കി കാണുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ ഒരു ഈച്ച അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഈച്ചനെ അടിച്ചു കൊന്നതിന് ശേഷം അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കുളിയൊക്കെ കഴിഞ്ഞ് ഒലിവറിന്റെ റൂമിലേക്ക് ഇപ്പൊ നമ്മുടെ ആന്റി ചെല്ലാണ്. അത് ലോക്കായിരുന്നു. അവനൊരു കത്തി ഉപയോഗിച്ചിട്ട് ആ ഒരു ലോക്ക് തുറക്കുകയാണ്. ശേഷം ഇവന് വേണ്ടിയിട്ട് ഒരു ഫ്രൂട്ടൊക്കെ മുറിച്ചു കൊടുക്കാനായിട്ട് നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും ചങ്ങാത്ത സ്ഥാപിക്കാനായിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇവൻ എന്തേതൊരു അക്ഷരം മിണ്ടുന്നില്ല. നമ്മുടെ ആന്റിയുടെ കണ്ണൊന്ന് തെറ്റിയപ്പോ തന്നെ ഈ ഒരു ഒലിവർ ആ ഒരു കത്തി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒലിവറിന്റെ പല്ലും വായൊക്കെ നല്ല രീതിയിൽ മുറിവ് പറ്റിയിട്ടുണ്ട്. ഇവൻ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ ആ ഒരു വീടിന് ചുറ്റുമായിട്ടൊരു വൈറ്റ് മാർക്കിംഗ് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്കിങ്ങിന്റെ അപ്പുറത്തേക്ക് കടക്കാനായിട്ട് ഒലിവർ എന്ത് ചെയ്താൽ സമ്മതിക്കുന്നില്ല. ഈ കാഴ്ചയും കണ്ടുകൊണ്ടാണ് ലോറയും അതുപോലെ തന്നെ നമ്മുടെ പൈപ്പറും അങ്ങോട്ടേക്ക് വരുന്നത്. ലോറ അപ്പൊ തന്നെ പറയുന്നുണ്ട്, അവനെ എന്തിനീ റൂമിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ ആന്റീനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. ലോറയും പൈപ്പറും ഈ വീട്ടിലേക്ക് വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഇവനെ ആശുപത്രിയിൽ എത്തിക്കാനായിട്ട് നമ്മുടെ ആന്റി ശ്രമിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു സമയത്ത് ഒലിവർ നമ്മുടെ ആന്റിയുടെ അടുത്ത് എന്നെ രക്ഷിക്ക് എന്ന് പറയുന്നുണ്ടായിരുന്നു. ആന്റി ഇപ്പൊ റൂമിന് പുറത്താണ്. പൈപ്പറും അതുപോലെ തന്നെ ലോറയുമാണ് ഒലിവറിന്റെ അടുത്തുള്ളത്. പൈപ്പറിന് കണ്ണ് കാണാനായിട്ട് കഴിയില്ലല്ലോ. പൈപ്പറിന്റെ അച്ഛന്റെ മുടി എടുത്തിട്ട് ഇപ്പോ ഒലിവറിന്റെ വായിലേക്ക് നമ്മുടെ ലോറ ഇട്ട് കൊടുക്കുന്നുണ്ട്. ശേഷം ഒരു സർക്കുലാർ മോഷൻ എന്നുള്ള രീതിയിൽ ആ ഒരു നെറ്റിയിൽ ഇങ്ങനെ ഒഴിഞ്ഞു കൊടുക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഈ ഒരു വീടിന് ചുറ്റുമായിട്ട് വൈറ്റ് കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്നതാണ്. ഈ സമയം നമ്മുടെ ആന്റി കുളിക്കാനായിട്ട് ബാത്റൂമിലേക്ക് പോയിരിക്കുകയാണ്. ഷവർ ഓൺ ആക്കിയപ്പോഴത്തേക്കും അവന്റെ അച്ഛന്റെ ഒരു വിഷൻ അവൻ കാണുന്നുണ്ട്. നിന്റെ അനിയത്തി മഴയിൽ മരിക്കും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. പെട്ടെന്ന് ഇത് കണ്ട ഷോക്കില് നമ്മുടെ ആന്റി അവിടെ വീണു പോവുകയാണ്. അവന്റെ തലയ്ക്ക് നല്ല രീതിയിലുള്ള പരിക്കും പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ നമ്മുടെ ആന്റിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട്. പക്ഷെ അവന്റെ മനസ്സ് നിറയെ അച്ഛനാ പറഞ്ഞ കാര്യങ്ങളാണ്. അവള് മഴയിൽ മരിക്കും. അതായത് ഈ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ അവന് ഹോസ്പിറ്റലിൽ കിടക്കാനായിട്ട് തോന്നുന്നില്ല.
അവൻ എല്ലാവരുടെ അടുത്തും പിടിവാശിക്ക് കാണിക്കുന്നുണ്ട്. വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല മഴയുണ്ട്, അതൊക്കെ ആസ്വദിക്കുകയാണ് നമ്മുടെ ലോറ. എന്തോ കാര്യത്തിനായിട്ട് ലോറ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പൈപ്പറിന് കണ്ണ് കാണില്ലല്ലോ, അതുകൊണ്ട് തന്നെ ആ ഒരു VCR പ്രവർത്തിപ്പിച്ചിട്ട് തന്റെ മരിച്ചുപോയ മകളായിട്ടുള്ള കാത്തിയുടെ വീഡിയോ ഒക്കെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തന്റെ മരിച്ചുപോയ മകൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും എല്ലാം തന്നെ ഇപ്പൊ പൈപ്പറിന്റെ അടുത്ത് അവൾ തുറന്നു പറയുകയാണ്. അങ്ങനെ ഒരു ദിവസം വയ്യാതെ കിടക്കുന്ന നമ്മുടെ ആന്റീനെ കാണാനായിട്ട് ഇപ്പൊ ലോറ ഹോസ്പിറ്റലിലേക്ക് ചെന്നിട്ടുണ്ട്. ലോറയുടെ അടുത്ത് നമ്മുടെ ആന്റി എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു. അച്ഛൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്കൊരു വിഷൻ ഉണ്ടായി എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും അവളെ മഴയത്ത് ഇറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് തിരികെ ലോറ വീട്ടിലേക്ക് പോയിട്ട് നേരെ ചെയ്യുന്നത് അത് തന്നെയാണ്. അതായത് മഴയത്ത് നമ്മുടെ ലോറയും അതുപോലെ തന്നെ പൈപ്പറും കൂടി ഇപ്പോൾ ആർത്തുല്ലസിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുറെ നേരം മഴയത്ത് ഇങ്ങനെ കളിച്ച് രണ്ടും കൂടി. അതിനുശേഷം ഇപ്പൊ രണ്ടുപേരുടെയും ഡ്രസ്സൊക്കെ നനഞ്ഞിരിക്കുകയാണല്ലോ. നമ്മുടെ കാത്തിയുടെ, അതായത് മരിച്ചുപോയ അവരുടെ മകളുടെ ഡ്രസ്സൊക്കെ ഇപ്പൊ പൈപ്പറിനെ അണിയിക്കുന്നുണ്ട്. എന്നിട്ട് പൈപ്പറിനെയും കൊണ്ട് നേരെ പോകുന്നത് പുറത്തുള്ള ഷെഡിലേക്കാണ്. അവിടെ കാത്തിയുടെ മൃതശരീരം ഉണ്ടായിരുന്നു ഒരു ഫ്രീസറിലായിട്ട്. അത് നമ്മുടെ പൈപ്പറിന്റെ കൈ കൊണ്ട് അവൾ തൊടിയിപ്പിക്കുന്നുണ്ട്. പാവം പൈപ്പറിന് ഇതെന്താണെന്നൊന്നും അറിയില്ല. ഇവള് പറയുന്നത് അത് വെറും ഇറച്ചിയാണെന്നാണ്. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. നമ്മുടെ ആന്റിയെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട്. അവനുമായിട്ട് ഇപ്പോൾ വീട്ടിലേക്ക് വരികയാണ് നമ്മുടെ ലോറ. വീട്ടിലേക്ക് എത്തിയ ആന്റി ആകട്ടെ ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്. മറുവശത്ത് നമ്മുടെ ഒലിവറിന്റെ ദേഹത്തേക്ക് ഒരു ഡീമോൺ കയറുകയാണ്. താരി എന്നാണ് അതിന്റെ പേര്. ഈ നമ്മുടെ ലോറ ഉണ്ടല്ലോ, അവൾ ഈ ഒരു റഷ്യൻ VHS ടേപ്പ് വഴി പഠിച്ച ഒരു റിച്വൽ ഉപയോഗിച്ചിട്ട് വിളിച്ചു വരുത്തിയ ഒരു ഡീമോനാണ് താരി. ലോറയ്ക്ക് വ്യക്തമായിട്ടുള്ള എന്തൊക്കെയോ കണക്കൂട്ടലുകൾ ഉണ്ടായിരുന്നു. അവൾ നേരെ പോകുന്നത് നമ്മുടെ പൈപ്പർ കിടക്കുന്ന റൂമിലേക്കാണ്. എന്നിട്ട് അവളെ കുറെ നേരം നോക്കി നിൽക്കുന്നുണ്ട്. ശേഷം ഇവള് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവളെ ഒന്ന് നോക്കുകയാണ്. എന്നിട്ട് അവളുടെ കൈ ഉപയോഗിച്ചിട്ട് ഈ പൈപ്പറിന്റെ നെറ്റിയിലായിട്ട് ഒരൊറ്റ അടി കൊടുത്തിട്ട് അവൾ അവിടെ നിന്ന് ഓടിപ്പോവാണ്. പാവം കാഴ്ചയില്ലാത്ത നമ്മുടെ പൈപ്പറിന് ഇത് മനസ്സിലാവോ? പോരാത്തതിന് ആന്റി ഉപയോഗിക്കുന്ന സ്പ്രേ അടിച്ചിട്ടാണ് അവൾ ഇത് ചെയ്യാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പൈപ്പർ വിചാരിക്കുന്നത് അത് ആന്റി ആണെന്നാണ്. കുറെ വീണ്ടും ഈ കാര്യം പറഞ്ഞിട്ട് നമ്മുടെ ആന്റിയെ കുറ്റപ്പെടുത്താണ്. നീ നിന്റെ അച്ഛന്റെ അതേപോലെയുള്ള അബ്യൂസീവ് ക്യാരക്ടർ ആണല്ലേടാ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആന്റിക്കാണെന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. ആന്റിയെ കൊടുക്കാനായിട്ടുള്ള എല്ലാ പ്ലാനിങ്ങും ആണ് ഇപ്പൊ നടക്കുന്നതെന്ന് ആന്റിക്ക് ഇപ്പൊ വ്യക്തമായിട്ട് മനസ്സിലായി. അവൻ പുറത്ത് നിൽക്കുന്ന നമ്മുടെ ഒലിവറിന്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങി. കാരണം അവന്റെ ദേഹത്താണെന്നുണ്ടെങ്കിൽ ഇപ്പൊ മൊത്തം ചോരയുണ്ട്. അവൻ എന്തോ ഒരു അവസ്ഥയിൽ എന്തൊക്കെയോ കഴിച്ചിട്ടാണ് അവിടെ നിൽക്കുന്നത്. ഇതിന് നമ്മുടെ ലോറ സമ്മതിക്കുന്നേ ഇല്ല. ലോറയാണെന്നുണ്ടെങ്കിൽ അവൻ പിടിച്ചു മാറ്റുന്നുണ്ട്. അതിനിടയിൽ അവൾ ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്നെ തല്ലല്ലേ തല്ലല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. പൈപ്പർ ഇത് കേൾക്കുമ്പോൾ അവൾ എന്താ വിചാരിക്കുക, നമ്മുടെ ആന്റി ശരിക്കും ഒരു ഉപദ്രവകാരിയാണെന്നാണല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഒരു വഴിയില്ലെന്ന് മനസ്സിലായ നമ്മുടെ ആന്റി പെട്ടെന്ന് കാറെടുത്ത് നേരെ പോകുന്നത് സ്റ്റേഷനിലേക്കാണ്. ആന്റി പോയ അപ്പൊ തന്നെ ലോറ നേരെ പൈപ്പറിനെയും കൊണ്ട് ഗോൾ ബോൾ പ്രാക്ടീസിന് കൊണ്ടുചെന്ന് ആക്കുകയാണ്. എന്നിട്ട് അവൾ തിരികെ വീട്ടിലേക്ക് തന്നെ പോകുന്നു. ഇവിടെ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ ആന്റി വെൻഡി എന്ന് പറയുന്ന ആ ഒരു ഓഫീസർക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോഴാണ് അവിടുത്തെ നോട്ടീസ് ബോർഡിൽ ഒരാളുടെ ഫോട്ടോ കാണുന്നത്. അത് ഒലിവറിന്റെ ഫോട്ടോ ആയിരുന്നു. ശരിക്കും ഒലിവർ എന്നല്ല അവന്റെ പേര്, കോണർ എന്നാണ്. ആ പയ്യനാകട്ടെ ഏതാനും ദിവസങ്ങളായിട്ട് ഇപ്പൊ മിസ്സിംഗ് ആണ്. വെൻഡി എന്ന് പറയുന്ന ആ ഒരു ഓഫീസറുടെ അടുത്ത് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മുടെ ആന്റി പറഞ്ഞു. പക്ഷെ എത്രയൊക്കെ പറഞ്ഞിട്ടും വെൻഡി വിശ്വസിക്കുന്നില്ല. കാരണം ഒരുപാട് വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്ത ഒരാളാണ് നമ്മുടെ ലോറ. അവൾ ഇങ്ങനെ ചെയ്യില്ല എന്നാണ് വെൻഡി പറയുന്നത്. മറുവശത്ത് നമ്മുടെ ഒലിവറിന്റെ ദേഹത്ത് കയറിയിരിക്കുന്ന താരി എന്ന് പറയുന്ന ആ ഒരു ഡീമോൻ ആ ഒരു വീട് തലകിഴായി മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള സാധനങ്ങൾ മൊത്തം എടുത്ത് കഴിക്കുന്നു. മേശയടക്കം വിടുന്നില്ല. മേശയിൽ വരെ കടിച്ച് കടിച്ച് പല്ലടക്കം പൊടിഞ്ഞു പോകുന്നുണ്ട്. ഇത് തടയാനായിട്ട് ചെന്ന നമ്മുടെ ലോറയുടെ കൈക്കിട്ടിട്ടും നല്ല പണി കൊടുക്കുന്നുണ്ട് ഈ ഒരു താരി എന്ന് പറയുന്ന ഡീമോൻ. മറുവശത്ത് നമ്മുടെ ആന്റി ഒരുവിധം ആ ഒരു വെൻഡിയെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കി ഇപ്പോ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാനായിട്ട് പുള്ളിക്കാരിയും നമ്മുടെ ആന്റി കൂടി ചേർന്ന് വീട്ടിലേക്ക് വരികയാണ്. വരുന്ന വഴിക്ക് തന്നെ നമ്മുടെ ആന്റി പൈപ്പറിന്റെ ഫോണിലേക്ക് ഒരു വോയിസ് മെയിൽ അയക്കുകയാണ്. ലോറയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ, ലോറയെ ഒന്ന് സൂക്ഷിക്കണം നീ, അതുപോലെ തന്നെ അവന്റെ അച്ഛന്റെ ആ ഒരു അബ്യൂസീവ് ക്യാരക്ടറിനെ പറ്റിയിട്ടും ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ടേക്ക് വരും എന്നൊക്കെ പറയുകയാണ്. പക്ഷെ ഈ ഒരു ഫോണിൽ വന്ന വോയിസ് മെയിൽ എല്ലാം തന്നെ കേൾക്കുന്നത് ലോറയായിരുന്നു. ലോറയുടെ കയ്യിലായിരുന്നു പൈപ്പറിന്റെ ഫോൺ. ഇവർ രണ്ടുപേരും ഇങ്ങോട്ടേക്ക് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന എല്ലാ കാര്യങ്ങളും, എല്ലാ തെളിവുകളും അവൾ നശിപ്പിക്കാനായിട്ട് ആരംഭിച്ചു. അധികം വൈകാതെ തന്നെ വെൻഡിയും ആന്റിയും ഇപ്പൊ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ആന്റിയുടെ അടുത്ത് കാറിൽ തന്നെ ഇരിക്കാനായിട്ട് പറഞ്ഞ് ആ ഒരു ഓഫീസർ അകത്തേക്ക് കയറി പോവുകയാണ്. എന്നിട്ട് ലോറയുടെ അടുത്ത് കാര്യം പറഞ്ഞു. ഈ സമയം നമ്മുടെ
നമ്മുടെ ആന്റി അവിടുത്തെ മറ്റൊരു ഗേറ്റ് തുറന്ന് വീട്ടിനകത്തേക്ക് പ്രവേശിക്കുകയാണ്. അവൻ നേരെ പോകുന്നത് ആ ഒരു ഔട്ട് ഹൗസിലേക്കാണ്. വീടിന് പുറത്തായിട്ട് തന്നെ കോഴികൾ ചത്തു കിടക്കുന്നുണ്ട്. മറുവശത്ത് വെൻഡി എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ രണ്ടുപേരുടെയും, അതായത് പൈപ്പറിന്റെയും ആന്റിയുടെയും റൂമിലൊക്കെ പോയി നോക്കുന്നുണ്ടെങ്കിലും ഒന്നും കണ്ടെത്തുന്നില്ല. അപ്പോഴേക്കും നമ്മുടെ ആന്റി ആ ഒരു ഔട്ട് ഹൗസിന്റെ പൂട്ട് പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു. അവൻ അത് തുറന്നു നോക്കുമ്പോൾ ഞെട്ടിപ്പോയി. ഈ ഒരു ഒലിവർ ആണെന്നുണ്ടെങ്കിൽ മരിച്ചു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു കാത്തിയുടെ മൃതശരീരം ഇപ്പോ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ആന്റി പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വിചാരിച്ചിട്ട് വെൻഡി എന്ന് പറയുന്ന ആ ഒരു ഓഫീസർ ആ ഒരു വീട്ടിൽ നിന്ന് മടങ്ങാനായിട്ട് നിൽക്കുമ്പോഴാണ് ലോറയുടെ കൈ മുറിഞ്ഞിരിക്കുന്നതായിട്ട് അവർക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവരത് ചോദ്യം ചെയ്തപ്പോൾ ലോറ അവരുടെ കാല് പിടിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തതല്ലേ, എന്റെ മരിച്ചുപോയ മകൾക്ക് വേണ്ടിയാണിത്, നിങ്ങൾക്കൊന്ന് കണ്ണടച്ചൂടെ. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ ആന്റി അങ്ങോട്ടേക്ക് ഓടി വരികയാണ്. എന്നിട്ട് ആ ഒരു പയ്യനെ ഞാൻ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഓഫീസർ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് നോക്കുകയാണ്. പക്ഷേ ഇവർ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ ലോറ ഒരു കാർ ഉപയോഗിച്ചിട്ട് ഇവരെ രണ്ടുപേരെയും ഇടിച്ചു തെറിപ്പിക്കുകയാണ്. എന്റെ തൽക്ഷണം മരിച്ചു. അതിനുശേഷം അവിടെ ചളിവെള്ളത്തിൽ മുങ്ങിക്കിടന്നിരുന്ന നമ്മുടെ ആന്റിയുടെ തല ആ ഒരു ചളിവെള്ളത്തിൽ തന്നെ മുക്കി നമ്മുടെ ആന്റിയുടെ കഥ കഴിച്ചു. ഗോൾ പ്രാക്ടീസിന് കൊണ്ടുചെന്നാക്കിയിട്ടുണ്ടായിരുന്ന നമ്മുടെ പൈപ്പറിനെ വീണ്ടും ലോറ പോയിട്ട് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ്. വീട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്ന നമ്മുടെ പൈപ്പറിന് എന്തൊക്കെയോ സംശയങ്ങൾ വരാനായിട്ട് തുടങ്ങി. പെട്ടെന്നാണ് അവിടെ ഉണ്ടായിരുന്ന ഒലിവർ ഇപ്പോ ആന്റിയുടെ വോയിസിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. അതോട് കൂടിയിട്ട് പൈപ്പറിന് സംശയം ഇരട്ടിച്ചു. അവൾ പെട്ടെന്ന് തന്നെ ഡോർ ലോക്ക് ചെയ്തു. ശേഷം അവൾ ബാത്റൂമിലേക്ക് പോയി നോക്കുമ്പോൾ ആന്റിയുടെ ബോഡി അവിടെ നിന്ന് അവൾ കണ്ടെത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ലോറ ആ ഒരു ഡോറൊക്കെ തകർത്തുകൊണ്ട് ഇപ്പൊ പൈപ്പറിന്റെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് പൈപ്പറിന്റെ അടുത്ത് അവൾ ചെയ്യാനായിട്ട് പോകുന്ന ഈ ഒരു റിച്വലിനെ പറ്റിയിട്ട് പറയുകയാണ്. അതോടുകൂടി പൈപ്പറിന് പേടിയായി. അവൾ അവിടെ നിന്ന് ഓടി പോകുന്നതിന്റെ ഇടയിൽ തലയിടിച്ച് അവിടെ വീഴുന്നു. പെട്ടെന്ന് തന്നെ അവൾ ബോധം കെട്ടു പോവുകയാണ്. ലോറ എന്നിട്ട് പൈപ്പറിന്റെ ശരീരം വലിച്ചഴച്ച് ആ ഒരു സ്വിമ്മിംഗ് പൂളിലേക്കാണ് കൊണ്ടുപോകുന്നത്. മറുവശത്ത് ഒലിവർ, അതായത് ആ ഒരു ഡീമോൺ ടാരി ആണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇറച്ചിയൊക്കെ കഴിച്ച് വയറുതേ കുംഭകർണന്റെ പോലെ ആയിട്ടുണ്ട്, വീർത്തിട്ട്. എന്താണ് ഈ ഒരു ലോറ ഇനി ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ പറയാം. നമ്മുടെ ഉയർത്തെഴുന്നേൽക്കേണ്ട വ്യക്തി, അതായത് ആരാണ്? കാത്തി, മരിച്ചുപോയ ഈ ലോറയുടെ മകള്. അവളുടെ ശരീരം ഈ ഒരു ഒലിവറിന്, അതായത് ഒലിവറിന്റെ ദേഹത്ത് കയറിയിരിക്കുന്നത് ഡീമോൻ എന്ന് പറയുന്നത്, താരി എന്ന് പറയുന്ന ഡീമോനാണ്. ആ ഒരു ഡീമോന് കൊടുക്കുകയാണ്. ആ ശവശരീരം ഇപ്പൊ പൂർണ്ണമായിട്ടും ഇപ്പൊ ആ ഡീമോൻ കഴിച്ചു കഴിഞ്ഞു. ഇതിന് പകരമായി എന്നോണം മരിച്ചുപോയ കാത്തിയുടെ ആ ഒരു ആത്മാവിനെ, അല്ലെങ്കിൽ അവളെ തന്നെ ഈ ഒരു നമ്മുടെ പൈപ്പറിന്റെ ദേഹത്തിലേക്ക് ആക്കും. ഓർ അങ്ങനെ നമ്മുടെ പൈപ്പറിനെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ മുക്കുകയാണ്. അതോട് കൂടിയിട്ട് ഇവള് ശ്വാസം മുട്ടി ഇങ്ങനെ അമ്മയെന്ന് അവളെ വിളിക്കുകയാണ്. അത് കേട്ടതോട് കൂടിയിട്ട് ലോറ അവളുടെ ആ ഒരു പിടി വിടുന്നു. പെട്ടെന്ന് തന്നെ പൈപ്പർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. ഇതേ സമയം തന്നെ നമ്മുടെ ഒലിവർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വീടിന് ചുറ്റും ഒരു വൈറ്റ് മാർക്കിംഗ് ഉണ്ടായിരുന്നല്ലോ, അത് ഭേദിച്ചതോട് കൂടിയിട്ട് അവന്റെ ദേഹത്തുണ്ടായിരുന്ന ഡീമോൺ താരി ഒഴിഞ്ഞു പോവുകയാണ്. റോട്ടിലൂടെ വരുന്നുണ്ടായിരുന്ന ഒരു കാറിൽ കയറി നമ്മുടെ പൈപ്പർ അവിടെ നിന്നും രക്ഷപ്പെട്ടു. മറുവശത്ത് പോലീസുകാർ ഇപ്പൊ ആ ഒരു വീട്ടിലേക്ക് വരികയാണ്. അവിടേക്ക് എത്തിയ പോലീസുകാർ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിഭയാനകമായിരുന്നു. ആ ഒരു സ്വിമ്മിംഗ് പൂളിന്റെ നടുവിലായിട്ട് തന്റെ മരിച്ചുപോയ കാത്തി എന്ന് പറയുന്ന മകളുടെ ശവശരീരം കെട്ടിപ്പിടിച്ചുകൊണ്ട് കിടക്കുകയാണ് നമ്മുടെ ലോറ. ഇങ്ങനൊരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ സിനിമ അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു കൊച്ചു ചാനൽ കൂട്ടുകാർ കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ഞാൻ ഒന്നും കൂടി പറയാം, മനക്കട്ടി ഇല്ലാത്തവർ ഈ ഒരു സിനിമ കാണാനായിട്ട് നിൽക്കേ ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ ഇതൊരു ഫാമിലി മൂവി അല്ല, ഫാമിലിയോടൊത്ത് കാണാൻ പറ്റിയ പടമല്ല. നിങ്ങൾക്ക് 18 വയസ്സായിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മൂവി സജഷൻസും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. ഏറ്റവും പുതിയൊരു സിനിമയായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. ടാറ്റാ, ബൈ ബൈ.